ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. പലവിധ കാരണങ്ങൾ പലപ്പോഴും നമ്മുടെ മുഖത്തിന്റെ സൗന്ദര്യം കെടുത്താറുണ്ട്. ഇത്തരം കാരണങ്ങൾ കണ്ടെത്തുകയും അവയ്ക്കുള്ള ഫലപ്രദമായ ചികിത്സാ രീതികൾ നിർദ്ദേശിക്കുകയുമാണ് ഇന്നത്തെ ഡോക്ടർ ലൈവിൽ ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ പ്രേക്ഷകരുടെ സംശയത്തിന് മറുപടി പറയുന്നതിനായി തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലെ കൺസൾട്ടന്റ് ഡെർമറ്റോളജിസ്റ്റും കോസ്മെറ്റോളജിസ്റ്റുമായ ഡോക്ടർ രമാദേവി ടി.ജെ. ഡോക്ടർ ലൈവിൽ അതിഥിയായിത്തിയിരിക്കുന്നു. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. സാധാരണയായിട്ട് കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് മുഖത്തെ അമിത രോമ വളർച്ച. സ്ത്രീകളിലാണെങ്കിൽ അത് പ്രത്യേകിച്ചും വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ട്. എങ്ങനെയാണ് ആ പ്രശ്നം പരിഹരിക്കുന്നത്? മുഖത്തെ അമിതമായ രോമ വളർച്ച അഥവാ ഹിർസ്യൂട്ടിസം എന്ന് പറയുന്നത് 90% കേസസിലും എൻഡോക്രൈൻ അബ്നോർമാലിറ്റി അഥവാ ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് ഉണ്ടാകുന്നതാണ്. അപ്പം പുറമേയുള്ള ചികിത്സയോടൊപ്പം തന്നെ ഹോർമോണൽ ഇംബാലൻസിനെ കണ്ടുപിടിക്കുകയും അത് കറക്റ്റ് ചെയ്യുകയും കൂടി ചെയ്യണം. അതിന് നമുക്കൊരു ഡെർമറ്റോളജിസ്റ്റ് മാത്രമല്ല, വി നീഡ് ദ സപ്പോർട്ട് ഓഫ് ഗൈനക്കോളജിസ്റ്റും എൻഡോക്രൈനോളജിസ്റ്റും. ഞങ്ങൾ 3 സ്പെഷ്യാലിറ്റിയാണ് ഒരു മുഖത്തെ അമിതമായ രോമ വളർച്ചയ്ക്ക് ചികിത്സ നൽകുന്നത്. ഡെർമറ്റോളജി വിഭാഗത്തിൽ നിന്ന് നമ്മൾ അമിതമായ രോമ വളർച്ചയുടെ ഡയറക്റ്റ് ട്രീറ്റ്മെൻറ്റ് അഥവാ ലേസർ ചികിത്സയാണ് നൽകുന്നത്. എല്ലാ പേഷ്യൻസിനും നമ്മൾ എൻഡോക്രൈനോളജി ഇവാലുവേഷൻ നടത്തണം. അൾട്രാസൗണ്ട് സ്കാൻ അബ്ഡമൻ ചെയ്ത് പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ് ഉണ്ടോ, മറ്റെന്തെങ്കിലും ഈ മെയിൽ ഹോർമോൺസ് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ട്യൂമേഴ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതൊക്കെ ഇവാലുവേറ്റ് ചെയ്യേണ്ടതാണ്. ഡോക്ടർ, നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ, ഡോക്ടർ ലൈവാണ്. ആരാണ് വിളിക്കുന്നത്? ഹലോ, ഡോക്ടർ ലൈവാണ്. ആരാണ് വിളിക്കുന്നത്? ഇത് എന്റെ പേര് രേഖ, കൊല്ലത്ത് നിന്നാണ് വിളിക്കുന്നത്. ഡോക്ടറിന്റെ ചോദിച്ചോളൂ. ഹലോ, എന്റെ പേര് രേഖ. പറയൂ. എന്റെ പേര് രേഖ എന്നാ, ഞാൻ കൊല്ലത്ത് നിന്നാണ് വിളിക്കുന്നത്. പറഞ്ഞോളൂ. ഹലോ ഡോക്ടർ, എന്റെ മുഖത്താണെങ്കിൽ മൂക്കിന്റെ സൈഡിലും ചെറിയുടെ സൈഡിലും എല്ലാം കുരു വരുന്നുണ്ട്. അതെന്താണെന്നുള്ളതാണ്. മൂക്കിന്റെ സൈഡിലും ചുണ്ടിന്റെ സൈഡിലും മാത്രമേ ഉള്ളോ? അല്ല, ഈ നമ്മുടെ ഈ ചെവിയുടെ സൈഡിലും എല്ലാം ഉണ്ട്. എനിക്കും ഉണ്ട്, എന്റെ മൂക്കും ഉണ്ട്. ഓക്കെ. ഓക്കെ. ഈ പറയുന്നത് കേട്ടിട്ട് ഈ താരനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്ന കണ്ടീഷൻ. അതെ, താരനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് മുഖത്തും എണ്ണമയം കൂടുതലുള്ള ഭാഗത്തും വരുന്ന സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്ന ഒരു ചെറിയ കണ്ടീഷന്റെ രോഗലക്ഷണമാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. ചൊറിച്ചിലുണ്ടോ? ചൊറിച്ചിലുണ്ടോ? ചൊറിച്ചിലുണ്ട്. ഓക്കെ. എന്തെങ്കിലും മെഡിസിൻസ് ഉപയോഗിച്ചോ? ഇല്ല ഇല്ല, ഇതുവരെ ഒന്നും ഉപയോഗിച്ചില്ല. ഓക്കെ. അപ്പോൾ അത് ഞാൻ ഈ പറഞ്ഞത് തന്നെയാണോ എന്ന് നിശ്ചയിക്കാനായിട്ട് ഒരു ഡോക്ടറിനെ കണ്ട്, ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ പ്രകാരമുള്ള മെഡിസിൻസ് മാത്രം യൂസ് ചെയ്താൽ മതി. ഡോക്ടർ ലൈവിലേക്ക് വിളിച്ചതിന് നന്ദി. ഡോക്ടർ, നമുക്ക് ഒരു കോളർ കൂടെ ഉണ്ട്. ഹലോ, ഡോക്ടർ ലൈവാണ്. ആരാണ് വിളിക്കുന്നത്? ഹലോ, ഞാൻ മാന്നാർ നിന്നാണ് വിളിക്കുന്നത്. ഡോക്ടറിന്റെ ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ, പറഞ്ഞോളൂ. എന്റെ മുഖത്താണെങ്കിൽ ചെറിയ ഈ പാലുണ്ണി പോലത്തെ കുരുപുരാന്നിങ്ങനെ ഉണ്ടായി വരുന്നുണ്ട്. എങ്ങനെയൊന്ന് നീക്കം ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നു. ഓക്കെ. വേറെ സിംറ്റംസ് ഒന്നും ഇല്ലല്ലോ? ചൊറിച്ചിലോ ബുദ്ധിമുട്ടോ ഒന്നും ഇല്ലല്ലോ അല്ലേ? അങ്ങനെയൊന്നുമില്ല. കുത്തൂത്ത് ഇങ്ങനെ കറുത്ത പാട് പോലെ ഉണ്ടായിട്ട് ഇങ്ങനെ വലുതായിട്ട് ഇങ്ങനെ വരും. സ്കിന്നിന്റെ നിറമല്ല, ബ്ലാക്ക് കളർ, കറുത്ത കളറാണ്. ബ്ലാക്ക്, കറുത്തതായിട്ട് ഇങ്ങനെ സ്പോട്ടായിട്ട് ഇങ്ങനെ ഉന്തി വരും. ഓക്കെ. ഫാമിലിയിൽ മറ്റാർക്കെങ്കിലും ഉണ്ടോ? മറ്റാർക്കും എന്റെ ഹസ്ബൻഡ് അങ്ങനെയൊക്കെ ഉണ്ട്. അല്ല, നിങ്ങളുടെ മദറിനോ സിസ്റ്റേഴ്സിനോ അങ്ങനെ ആർക്കെങ്കിലും? ഇല്ലില്ല. ഓക്കെ. ഇത് പറയുന്നത് കേട്ടിട്ട് ഈ ചെറിയൊരു വാർട്ട് പോലെ ഉള്ളൊരു ചെറിയൊരു കണ്ടീഷനാണ്. അതിന് മെഡിസിൻസ് ഇട്ടാൽ മാറില്ല. മരവിപ്പിച്ചതിന് ശേഷം ഇലക്ട്രോ കോട്ടറി ട്രീറ്റ്മെൻറ്റ്, അതായത് ചെറിയ രീതിയിൽ അത് കരിച്ച് കളയുന്നൊരു ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. ഇലക്ട്രോ കോട്ടറൈസേഷൻ എന്ന് പറയും. അത് ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ടിട്ട് ഹോസ്പിറ്റലിൽ വെച്ച് ചെയ്യേണ്ട പ്രൊസീജിയറാണ്. ഡോക്ടർ ലൈവിലേക്ക് വിളിച്ചതിന് നന്ദി. ഡോക്ടർ, നമുക്ക് ഒരു കോളർ കൂടെ ഉണ്ട്. ഹലോ, ഡോക്ടർ ലൈവാണ്. ആരാണ് വിളിക്കുന്നത്? ഡോക്ടറിന്റെ ചോദിച്ചോളൂ. പറയൂ. ഹലോ. ടെലിഫോണിൽ തന്നെ ഒന്ന് ശ്രദ്ധിക്കണം. ടിവിയുടെ ഓളി ഒന്ന് കുറയ്ക്കുകയും വേണം. എന്റെ മുഖത്ത് ഇത്തിരി കറുത്തടയാളങ്ങളുണ്ട്. ഓക്കെ. അത് ഒരു കരിവാളിപ്പ് മാതിരി കിടക്കാണ് കഴുത്തിലുണ്ട്. ഓക്കെ. മോക്കുരു മറ്റെന്തെങ്കിലും വന്ന് മാറിയതിന് ശേഷം? ഓക്കെ, ഒന്നുമില്ല. തനിയെ വെറുതെ കറുപ്പ് മാത്രമായിട്ട് വന്നോ? മുഖത്ത് വേറെ എന്തെങ്കിലും ചുമന്ന അടയാളം വന്നതിന് ശേഷം വന്ന കറുപ്പാണോ? മുഖത്ത് ചുവപ്പ് നിറമോ മറ്റെന്തെങ്കിലും വന്നതിന് ശേഷം വന്ന കറുപ്പാണോ? അതെ, അപ്പൻഡിക്സിന്റെ മരുന്ന് കഴിച്ച്, മഞ്ഞപ്പിത്തം മരുന്ന് കഴിച്ച്. ഓക്കെ. അപ്പൊ അതിന് ശേഷം വന്ന അടയാളമാണത്. ഓക്കെ. മഞ്ഞപ്പിത്തം ഉണ്ടായിരുന്ന സമയത്താണോ ഈ കറുത്ത? മഞ്ഞപ്പിത്തം അപ്പൻഡിക്സ് ആയിരുന്നു.
അപ്പൻഡിസൈറ്റിസോ? ആ കേട്ടില്ല. അതെ. ഓക്കെ, ആ ചികിത്സ കഴിഞ്ഞതിന് ശേഷമാണോ ഈ കറുപ്പ് വന്നേ? അല്ല, ചികിത്സക്ക് മുമ്പുണ്ട്, അപ്പൊ തനിയെ മാറിക്കോളും എന്ന് പറഞ്ഞു. ഓക്കെ, അത് മുഖത്തെ കറുപ്പെന്ന് പറയുമ്പോൾ പല കാരണങ്ങൾ കൊണ്ടാകാം. സൂര്യപ്രകാശം തട്ടുന്നതുകൊണ്ട് മാത്രം വരാം. അതല്ല, നമ്മൾ എന്തെങ്കിലും ഫേസ് കോസ്മെറ്റിക്സോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിച്ചതിന് ശേഷം സൂര്യപ്രകാശം കൊള്ളുമ്പോൾ വരാം. നമുക്ക് ഡോക്ടറിനെ നേരിട്ട് കണ്ടാൽ മാത്രമേ അത് കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ എന്ത് കൊണ്ടാണ് ഇത് വന്നതെന്ന്. അതിന് ശേഷം മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഡോക്ടർ ലൈവിലേക്ക് വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ഈ അമിത രോമ വളർച്ച കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിച്ചിരുന്നു. സാധാരണയായിട്ട് അത് ഏറ്റവും കൂടുതൽ സൗന്ദര്യ പ്രശ്നമായിട്ട് അതൊരു വലിയ സൗന്ദര്യ പ്രശ്നമാണ്. തീരെ ചെറുപ്പമുള്ള കുട്ടികൾ, അല്ലെങ്കിൽ അറൗണ്ട് 15 ഇയേഴ്സ് മുതൽ ഈവൻ 55-60 വയസ്സ് വരെയുള്ള വ്യക്തികളിൽ വരാം. പക്ഷേ കാരണങ്ങൾ വ്യത്യസ്തമാണ്. തീരെ ചെറുപ്പമുള്ള കുട്ടികളിൽ വരുന്നത് പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ്. ആ കണ്ടീഷൻ കാരണം അമിതമായ ആൻഡ്രോജൻസ് അഥവാ മെയിൽ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പം മെയിൽ പാറ്റേണിൽ പുരുഷന്മാരുടെ രീതിയിലുള്ള രോമ വളർച്ച ഫേസിലുണ്ടാകുന്നു. അതാണ് ഹിർസ്യൂട്ടിസം എന്ന് പറയുന്നത്. ഇതേ വളർച്ച തന്നെ പ്രായം ഉള്ള സ്ത്രീകളിൽ മറ്റ് കാരണങ്ങൾ കൊണ്ടും ഉണ്ടാക്കാം. ലൈക്ക് മെനോപോസ് അടുക്കുന്ന സമയത്ത് വരാം. അതല്ലെങ്കിൽ ഈ മെയിൽ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ട്യൂമേഴ്സ് കാരണം വരാം. അങ്ങനെ ഹോർമോണൽ ഇംബാലൻസ് ആണ് പ്രൈമറി പ്രോബ്ലം. ആൻഡ് നമുക്ക് പുറമേ പ്രകടമാകുന്ന രീതിയാണ് ഈ അമിതമായ രോമവളർച്ച. നൽകുന്ന ചികിത്സാ രീതികൾ എന്തൊക്കെയാണ്? ചികിത്സാ രീതി നമ്മുടെ ഡെർമറ്റോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഞങ്ങൾ ചെയ്യുന്ന ചികിത്സയാണ് ലേസർ ചികിത്സയാണ്. ലേസർ ചികിത്സ ഒരു പ്രാവശ്യം ചെയ്താൽ പോരാ. ബിക്കോസ് ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ നമ്മുടെ രോമത്തിൻ്റെ അഥവാ മുടിയുടെ വളർന്നുകൊണ്ടിരിക്കുന്ന സ്റ്റേജ്, ആ സ്റ്റേജ് ആൻഡ്രോജൻ സ്റ്റേജ് എന്ന് പറയും, ആ സ്റ്റേജിലുള്ള ഹെയർസിനെ മാത്രമേ അത് നശിപ്പിക്കുന്നുള്ളൂ. അപ്പോൾ 1-1.5 മാസം കഴിയുമ്പോൾ വീണ്ടും കുറച്ച് രോമങ്ങൾ കൂടി ആ വളരുന്ന സ്റ്റേജിലോട്ട് ആകും. അതുകൊണ്ട് നമ്മൾ ഈ ചികിത്സ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യണം. ഒരു 6 ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യണം. ടിൽ കംപ്ലീറ്റ് റിലീഫ് കിട്ടുന്നവരെ ചെയ്യണം. നമുക്കതിലൂടെ പൂർണ്ണമായിട്ട് മാറ്റാൻ കഴിയുമോ? തീർച്ചയായിട്ടും. പക്ഷേ പേഷ്യൻറ്റ് തിരിച്ചു വന്ന് നമ്മൾ റിപ്പീറ്റഡ്ലി ചെയ്യണം. പ്ലസ് അണ്ടർലൈൻ ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടെങ്കിൽ അതും കൂടി കറക്റ്റ് ചെയ്യണം. അതും കൂടി കറക്റ്റ് ചെയ്താൽ മാത്രമേ നല്ലൊരു റിലീഫ് കിട്ടത്തുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ. ഡോക്ടർ, നമുക്കൊരു കോളർ കൂടെ ഉണ്ട്. ഹലോ, ഡോക്ടർ ലൈവാണ്. ആരാണ് വിളിക്കുന്നത്? ഹലോ. ഹലോ, പറഞ്ഞോളൂ. ഹലോ. ഹലോ. ഹലോ, ഞാൻ രാധാകൃഷ്ണൻ ഗോവയിൽ വിളിച്ചോ. ഡോക്ടറിന്റെ ചോദിച്ചോളൂ. ഒന്ന് കൊടുത്തു. ഹലോ ഡോക്ടർ. യെസ്. ഡോക്ടർ, എന്റെ മോനിപ്പോ 17 വയസ്സായി. പറയൂ. മുഖത്തിന് മൊത്തം നല്ല ഭയങ്കര മുഖം വരും. അത് പുള്ളിക്കാരൻ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും എപ്പോഴും കണ്ടിന്യൂ ആയിട്ട് പുള്ളിക്കാരൻ മുഖത്ത് വാഷ് ചെയ്യുന്നു. പോകാൻ കഴിവുണ്ട്. പക്ഷേ എന്നിട്ടാണ് മാറുന്നില്ല. ഓക്കെ, അത് മുഖം കഴുകുന്ന നല്ലൊരു രീതിയാണ്. ബിക്കോസ് മുഖം റിപ്പീറ്റഡ്ലി വാഷ് ചെയ്യുമ്പം ഈ മുഖത്തുള്ള എണ്ണമയം കുറയും. ഒരു പരിധിവരെ മൂക്കുരു വരുന്നത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷെ അത് മാത്രം പോരാ. ഏത് സ്റ്റേജ് ആണെന്ന് നോക്കണം. കാര മാത്രമേ ഉള്ളോ അതോ ചുമന്ന കുരുക്കളും ഉണ്ടോ? പഴുക്കാറുണ്ടോ? ഉണ്ട്. പഴുക്കാറുണ്ടോ? ഇല്ല, പഴുക്കാറില്ല. ഇല്ല. ഓക്കെ, ഈ സ്റ്റേജിലാകുമ്പോൾ പുറമേയുള്ള മെഡിക്കേഷൻസ് കൊണ്ട് മാത്രം ഒരു പരിധിവരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് കൺട്രോൾഡ് ആകുന്നില്ലെങ്കിൽ ഉള്ളിൽ ആൻറ്റിബയോട്ടിക് ചികിത്സയും കൂടി എടുക്കേണ്ടതാണ്. ആൻറ്റിബയോട്ടിക്സും കൂടി എടുത്താലേ കൺട്രോൾഡ് ആവുള്ളൂ. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് തിങ്, ഇത് ട്രീറ്റ്മെൻറ്റ് പെട്ടെന്ന് നിർത്താതിരിക്കുക. അല്പം കുറയുമ്പോൾ തന്നെ ചികിത്സ നിർത്താതിരിക്കുക, കണ്ടിന്യൂ ചെയ്യണം. ഡോക്ടർ ലൈവിലേക്ക് വിളിച്ചതിന് നന്ദി. കൗമാരക്കാരിലെ സാധാരണ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് മുഖക്കുരു. ഓക്കെ, അതിനെന്ത് ചികിത്സയാണ് നൽകുന്നത്? മുഖക്കുരു ഞാൻ ഇപ്പോൾ നമ്മൾ മെൻഷൻ ചെയ്തോളൂ. ലൈക്ക് ഡിഫറെൻറ്റ് ഗ്രേഡ്സ് ഉണ്ട്. ലൈക്ക് ബ്ലാക്ക് ഹെഡ്, വൈറ്റ് ഹെഡ് സ്റ്റേജ് ഉണ്ട്, വെരി ഏർലി സ്റ്റേജ്. അത് കഴിഞ്ഞാൽ ചുമന്ന കുരുക്കളും കൂടിയുള്ളത്, പിന്നെ പഴുക്കും, പിന്നെ നോഡ്യൂൾസ് ഉണ്ട്, വലിയ കട്ടിയുള്ള കുരുക്കളും, സിസ്റ്റ്, സ്കാർ, ഇതെല്ലാം 4th ഗ്രേഡ് ഓർ സിവിയർ ഗ്രേഡ് എന്ന് പറയും. ഓരോ സ്റ്റേജിനനുസരിച്ചാണ് ചികിത്സ. ഈ വെറുതെ ഈ കാര മാത്രം ബ്ലാക്ക് ഹെഡ് അല്ലെങ്കിൽ വൈറ്റ് ഹെഡ് മാത്രമാണെങ്കിൽ നമുക്ക് ഈ റെറ്റിനോയിക് ആസിഡ് പോലെയുള്ള ക്രീംസും കുറച്ച് മോയ്സ്ചറൈസേഴ്സൊക്കെ ഇട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. ചുമന്ന കുരുക്കളും കൂടെ വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ആൻറ്റിബയോട്ടിക് ജെൽസ് ഇടണം. അത് അൺകൺട്രോൾഡ് ആണ്. നമ്മുടെ ചികിത്സ പുറമെയുള്ള ട്രീറ്റ്മെൻറ്റ് കൊണ്ട് അത്ര ഇമ്പ്രൂവ്മെൻറ്റ് ഇല്ലെങ്കിൽ ഇൻറ്റേർണൽ ആൻറ്റിബയോട്ടിക്സ് കൊടുക്കണം. പിന്നെ കുറച്ചുകൂടി സിവിയർ ഗ്രേഡ് ലൈക്ക് നോഡുലോ സിസ്റ്റിക് ആക്നി എന്ന് പറയും, വലിയ കട്ടിക്കുരുക്കളും സിസ്റ്റം ഉണ്ടാകുന്ന അവസ്ഥ. ചിലപ്പോൾ ആ കുരുക്കൾ തനിയെ ഹീലായിട്ട് ഒത്തിരി ഡീപ്പ് സ്കാർസ് വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനത്തെ സ്റ്റേജിന് ഐസോട്രിറ്റിനോയിൻ എന്ന് പറയുന്ന ഒരു ഇൻറ്റേർണൽ മെഡിസിനും കൂടി കൊടുക്കാറുണ്ട്. പക്ഷേ അതൊരു ഡോക്ടർ നിർണ്ണയിച്ചിട്ട് നോക്കി, അത് ഡോക്ടറിന് അത് പേഷ്യൻറ്റിന് ആവശ്യമാണോ എന്ന് നോക്കിയിട്ട് മാത്രമേ കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ്
ഐസോട്രെറ്റിനോയിൻ. അല്ലാതെ എല്ലാ തരത്തിലുള്ള മോക്കുരുവിനും കൊടുക്കുന്നതല്ല. സാധാരണയായിട്ട് ചിലപ്പോഴെങ്കിലും ഇത് കറുത്ത പാടുകളായിട്ട് നിൽക്കാറുണ്ട്. അത് അത്തരം ഘട്ടങ്ങളിൽ എന്തൊക്കെയാണ് ചികിത്സ നൽകുന്നത്? അതായത് കുറേ കാലം മുമ്പ് നമുക്ക് ഈ മോക്കുരുവിന് ഈ മെഡിസിൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ട്രീറ്റ്മെൻറ്റായിട്ട്. പക്ഷേ ഇപ്പം വളരെ നൂതനമായിട്ടുള്ള ചികിത്സാ രീതികളുണ്ട്. മോക്കുരുവിൻ്റെ സ്കാർ മാറ്റാൻ, കറുപ്പ് കളർ മാറ്റാൻ, മോക്കുരു അധികം വരാതിരിക്കാൻ, ഇതെല്ലാം സ്കിൻ റീജുവനേഷൻ മെത്തേഡ്സ് ഉണ്ട്. ഈ മോക്കുരു കാരണം വരുന്ന പിഗ്മെൻറ്റേഷൻ അഥവാ കറുപ്പ് കളർ കുറയ്ക്കുന്നതിന്. അതിൻ്റെ ഒരു മെത്തേഡാണ് കെമിക്കൽ പീലിംഗ് എന്ന് പറയും. നമ്മൾ ലോ സ്ട്രെങ്ത് ആൽഫ ഹൈഡ്രോക്സി ആസിഡ്, ആ ഗ്രൂപ്പിൽ പെടുന്ന കുറേ ഡിഫറെൻറ്റ് ആസിഡ്സ് ഉണ്ട്. വളരെ ലോ സ്ട്രെങ്ത് ആണ്. നമ്മുടെ സ്കിന്നിൽ തൊട്ട ഉടനെ പൊള്ളലോ അങ്ങനെയൊന്നും വരത്തില്ല. നമ്മൾ വളരെ ചെറിയ സമയം മാത്രമേ സ്കിന്നിൽ കോൺടാക്റ്റ് ടൈം കൊടുക്കുള്ളൂ. അത് റിപ്പീറ്റഡ് സിറ്റിങ്സ് ചെയ്യുമ്പം സ്കിന്നിൻ്റെ കറുപ്പ് കളർ നല്ല വ്യത്യാസം വരും. അതിന് ആ ട്രീറ്റ്മെൻറ്റ് പേര് കെമിക്കൽ പീലിംഗ് എന്നാണ്. അത് ഹോസ്പിറ്റലിൽ വെച്ച് ചെയ്യേണ്ട പ്രൊസീജിയറാണ്. ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ പേഷ്യൻ്റ് ഒരു 4 to 6 വീക്സിനുള്ളിൽ തിരിച്ച് വന്ന് വീണ്ടും നമ്മൾ ചെയ്യണം. ചെയ്താലേ ഇമ്പ്രൂവ്മെൻറ്റ് വരത്തുള്ളൂ. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേളയ്ക്കുള്ള സമയമാണ്. ഡോക്ടർ ലൈവിൽ ഇനി ചെറിയൊരു ഇടവേള. ഡോക്ടർ ലൈവ് തുടരുന്നു. മുഖസൗന്ദര്യ പ്രശ്നങ്ങളെക്കുറിച്ചും അവയ്ക്കുള്ള പരിഹാര മാർഗ്ഗങ്ങളെക്കുറിച്ചുമാണ് ഡോക്ടർ ലൈവിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ, നമുക്കൊരു കോളറുണ്ട്. ഹലോ, ഡോക്ടർ ലൈവാണ്. ആരാണ് വിളിക്കുന്നത്? ഞാൻ ആലപ്പുഴയിലെ അഞ്ജുവാണ് വിളിക്കുന്നത്. ഡോക്ടർ അഞ്ജു, ചോദിച്ചോളൂ. പറഞ്ഞോളൂ. ഡോക്ടർ, എന്റെ പുക്കളുണ്ട് അവിടെ കുറച്ച് രോമ വളർച്ച വന്നിട്ടുണ്ട്. അപ്പൊ ഞാനത് ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചപ്പോഴത്തേക്ക് ഇപ്പം ഗൈനക്കിൽ കാണിച്ചപ്പം കുറെ ടെസ്റ്റ് എടുത്തായിരുന്നു. അപ്പൊ അവര് പറഞ്ഞു അവർക്ക് പ്രത്യേകിച്ചും ചെയ്യാനുള്ള കുഴപ്പമില്ല. അപ്പം പ്രൊലാക്റ്റിനൊക്കെ ടെസ്റ്റ് എടുത്തു, അതൊക്കെ നോർമൽ ആയിരുന്നു. 10.5 ആണ് റിസൾട്ട് വന്നത്. അപ്പം അതെന്തെങ്കിലും പിന്നെ ഉണ്ടോ? എത്ര കാലമായി തുടങ്ങിയിട്ട്? അത് തുടങ്ങിയിട്ട് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടൊരു 5-8 വർഷമായി. ഓക്കെ, നല്ല വളരെ കട്ടിയുള്ള ഡാർക്ക് ബ്ലാക്ക്. ഓക്കെ, ഇത് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. ഈ ഒരു ബ്ലഡ് ടെസ്റ്റ് ഒന്നും തന്നെ പോസിറ്റീവ് ആയില്ല അല്ലേ? ബ്ലഡ് ടെസ്റ്റ് എന്നോട് T3 ബ്ലഡ് എല്ലാം നോർമൽ ആയിരുന്നു. ഓക്കെ, ഈ ഹോർമോൺ ടെസ്റ്റ് ചെയ്തത്. ഓക്കെ, അപ്പം ഈ ബ്ലഡ് ടെസ്റ്റിൽ ചിലപ്പം എക്സാക്റ്റ് ആയിട്ടും ഹൈ ലെവൽസ് കാണിക്കണം എന്നില്ല. അപ്പം ഈ മെയിൽ ഹോർമോൺസ് ടെസ്റ്റോസ്റ്റിറോൺ ചിലപ്പം കൂടി നിൽക്കുന്ന സമയത്ത് സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷേ ഓരോ പ്രാവശ്യം നമ്മൾ ബ്ലഡ് ചെക്ക് ചെയ്യുമ്പം ടെസ്റ്റോസ്റ്റിറോൺ ലെവൽ കൂടി നിൽക്കണം എന്നില്ല. പക്ഷേ അമിതമായ ആൻഡ്രോജൻ ഇൻഫ്ലുവൻസ് അഥവാ മെയിൽ ഹോർമോൺസ് ഇൻഫ്ലുവൻസ് കാരണം മാത്രമാണ് ഈ ഹെയർ ഗ്രോത്ത് ഉണ്ടാകുന്നത്. അപ്പോൾ അതിന് ഗൈനക്കോളജിസ്റ്റിനെയും എൻഡോക്രൈനോളജിസ്റ്റിനെയും കൺസൾട്ട് ചെയ്ത് ഹോർമോണൽ ട്രീറ്റ്മെൻറ്റിന് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നും കൂടി ഡിസ്കസ് ചെയ്യുക. പക്ഷേ നമുക്ക് രോമ വളർച്ച നമുക്ക് കുറയ്ക്കാനായിട്ട് ലേസർ ചികിത്സയുണ്ട്. ഇല്ല, ഒരു സൈഡ് എഫക്റ്റും ഇല്ല, ഒന്നുമില്ല. അബ്സല്യൂട്ട്ലി 100% സേഫ് ട്രീറ്റ്മെൻ്റ് ആണ് ലേസർ. ലേസർ എന്ന് പറയുന്നത് അങ്ങ് ഉള്ളിലോട്ട് പോകില്ല. അത് സ്കിന്നിൽ രോമകൂപത്തിൻ്റെ ആ റൂട്ട് വരെ മാത്രം അബ്സോർബ് ചെയ്യുന്ന ലേസറാണ്. ഡോക്ടർ ലൈവിലേക്ക് വിളിച്ചതിന് നന്ദി. ഡോക്ടർ, നമുക്ക് ഒരു കോളർ കൂടെ ഉണ്ട്. ഹലോ, ഡോക്ടർ ലൈവാണ്. ആരാണ് വിളിക്കുന്നത്? ഹലോ, ഞാൻ ദീപയാണ്. ഹലോ ദീപ, ചോദിച്ചോളൂ. പറഞ്ഞോളൂ. എന്റെ മുഖത്ത് ആദ്യം ഒരു കറുത്ത രാജ്യംപാറ പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഓക്കെ, അത് പിന്നെ ഒരു 3-4 മാസമായിട്ട് അത് പടർന്നിട്ട് നേരി ഫുള്ളായിട്ടുണ്ട്. അപ്പൊ ഞാൻ ആദ്യം കാണിച്ചപ്പോൾ അത് കരിച്ചുകൊള്ളാന്ന് പറഞ്ഞു. പക്ഷെ കരിച്ചാലത് പിന്നെയും വേറെ സ്ഥലത്ത് വരുന്നുണ്ട്. പൂർണ്ണം വെച്ചാലും പിന്നെ അത് പിന്നെ വരുന്നുണ്ട്. അതേ ഭാഗത്താണോ വരുന്നത്, വേറെ സ്ഥലങ്ങളിലാണോ? മുഖത്ത് ഇപ്പൊ കുറച്ച് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പൊ കഴുത്തില് വയറില് അങ്ങനത്തെ ഭാഗങ്ങളിലാണ്. കരിച്ച് കളഞ്ഞ ഭാഗത്തല്ലല്ലോ വീണ്ടും വരുന്നത്, വേറെ സ്ഥലത്തല്ലേ? അത് വരാം അങ്ങനെ. ബിക്കോസ് ആ കണ്ടീഷൻ മുഖത്തിൻ്റെ മറ്റു ഭാഗത്തും കഴുത്തിലും ചെസ്റ്റിലും ഈവൻ വയറ് ആ ഭാഗങ്ങളിലൊക്കെ വരാവുന്ന ഒരു കണ്ടീഷനാണ്. ഈ ചെറിയ കറുത്ത അരിമ്പാറ പോലെയുള്ള കണ്ടീഷനല്ലേ ഉദ്ദേശിക്കുന്നത്? ഓക്കെ, അത് അങ്ങനെ വേറെ സ്ഥലങ്ങളിലും വരാം. ഈ ആദ്യത്തെ കരിച്ചത് ഫലപ്രദമാകാത്ത കൊണ്ടല്ല, ഈ കണ്ടീഷൻ വീണ്ടും മറ്റു പല സ്ഥലങ്ങളിലും വരാം. ഒരു 6 മാസം കൂടുമ്പോഴോ വർഷത്തിലൊരിക്കോ അത് വീണ്ടും ക്വാർട്ടറൈസേഷൻ ചെയ്യേണ്ടി വരും. ഡോക്ടർ ലൈവിലേക്ക് വിളിച്ചതിന് നന്ദി. ഡോക്ടർ, നമുക്കൊരു കോളർ കൂടെ ഉണ്ട്. ഹലോ, ഡോക്ടർ ലൈവാണ്. ആരാണ് വിളിക്കുന്നത്? ഹലോ, ഞാൻ യാത്ര കോഴിക്കോട് നിന്നാണ് വിളിക്കുന്നത്. ഡോക്ടറിന്റെ ചോദിച്ചോളൂ. ഓക്കെ ഡോക്ടർ. ഹലോ, പറയൂ. നമ്മൾ മുഖക്കുരു കൊണ്ടുണ്ടാകുന്ന കുഴികളില്ലേ, അതെ, അത് മാറ്റാൻ വല്ല ട്രീറ്റ്മെന്റ് ഉണ്ടോ? ഉണ്ടല്ലോ, ട്രീറ്റ്മെന്റ് ഉണ്ട്. എന്താന്ന് പറയൂ. അത് നമുക്ക് ഹോസ്പിറ്റൽ ബേസ്ഡ് ട്രീറ്റ്മെന്റ് ആണ്. കുഴിവുകൾ ക്രീംസ് കൊണ്ടോ മറ്റ് ലേപനങ്ങൾ കൊണ്ടൊന്നും മാറത്തില്ല. ഹോസ്പിറ്റലിൽ പോയി ചെയ്യേണ്ട ചികിത്സാ രീതികളാണ്.
ചെറിയ തരത്തിലുള്ള പിറ്റ്സ് പോലെയുള്ള ചെറിയ കുഴിവുകളൊക്കെ ആണെങ്കിൽ മൈക്രോഡെർമാബ്രേഷൻ എന്ന് പറയുന്ന ഒരു ചികിത്സയിൽ കൂടി ചെറിയ തോതിലൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. അതിനേക്കാളും ആഴത്തിലുള്ള ആണെങ്കിൽ നമുക്ക് ഈ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ തെറാപ്പി, അതല്ലെങ്കിൽ മൈക്രോ നീഡ്ലിംഗ് എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ് കൊണ്ട് ഒരു 75 മുതൽ 80% വരെ വ്യത്യാസം വരും. ഡോക്ടർ ലൈവിലേക്ക് വിളിച്ചതിന് നന്ദി. ഡോക്ടർ, സാധാരണയായിട്ട് പ്രായക്കൂടുതൽ ഉണ്ടാകുമ്പോഴേക്കും മുഖത്ത് ധാരാളമായിട്ട് ചുളിവുകൾ വരാറുണ്ട്. ഈ ഒരു പ്രശ്നത്തിന് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? പ്രായക്കൂടുതൽ കൊണ്ട് ചുളിവുകൾ വരാറുണ്ട്. അത് നോർമൽ ഏജിങ് ആണ്. പക്ഷേ ചില ആൾക്കാരിൽ അതിന് മുൻപും അമിതമായി വെയിൽ കൊള്ളുക, വളരെയധികം മാനസികമായ സമ്മർദ്ദമുള്ള വ്യക്തികളിൽ സ്മോക്കിംഗ്, മാൽന്യൂട്രിഷൻ, ഇതൊക്കെ കൊണ്ട് കുറച്ചുകൂടി നേരത്തെ തന്നെ വേണമെങ്കിൽ മുഖത്ത് ചുളിവുകൾ വരാറുണ്ട്. പക്ഷെ അത് ഓരോ പേഷ്യൻറ്റിന് അനുസൃതമായിട്ടാണ് ചികിത്സ തീരുമാനിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ചെറിയ ലൈൻസ് ഒക്കെ ആണെങ്കിൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ മൈക്രോഡെർമാബ്രേഷൻ, ഈ മൈക്രോ നീഡ്ലിംഗ്, ഇതുകൊണ്ട് തന്നെ നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് വരും. ഈവൻ വിത്ത് ഒരു സിറ്റിങ്ങിൽ തന്നെ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് വേണമെങ്കിൽ വരാം. പക്ഷേ കുറച്ചുകൂടി ഡീപ്പർ ലീഷൻസാണ്, ഡീപ്പായിട്ടുള്ള കുഴിവുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ഫില്ലേഴ്സ് അഥവാ ഹൈലറോണിക് ആസിഡ് എന്ന് പറയുന്ന സബ്സ്റ്റൻസിനെ നമ്മൾ ഈ വളരെ ആഴത്തിലുള്ള ആ ചുളിവുകളിലോട്ട് നമ്മൾ ഇൻജെക്റ്റ് ചെയ്ത് മുഖത്തിൻ്റെ കോണ്ടൂർ ഇമ്പ്രൂവ് ചെയ്യും. അത് ക്വിക്ക് റിസൾട്ടാണ്. നമ്മൾ ഇൻജെക്റ്റ് ചെയ്ത് ലൈക്ക് 1 ഡേയ്ക്കുള്ളിൽ തന്നെ പേഷ്യൻ്റെ മുഖത്തിൻ്റെ പ്രകടമായ വ്യത്യാസം അറിയാൻ പറ്റും. പിന്നെ പലപ്പോഴും കണ്ടുവരുന്ന മറ്റൊരു പ്രശ്നമാണ്, പ്രായക്കൂടുതൽ തോന്നിക്കുന്ന ഒരു ഘടകം കൂടിയാണ് ഇരട്ടത്താടി. ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ കഴിയും? ഇരട്ടത്താടി പേഷ്യൻ്റ് പൊതുവേ വണ്ണമുള്ള പേഷ്യൻ്റ് ആണെങ്കിൽ അത് വണ്ണം കുറയ്ക്കണം. എക്സസൈസ് വഴിയും ഡയറ്റ് വഴിയും വണ്ണം കുറയ്ക്കണം. ഈ വണ്ണം കുറയ്ക്കുമ്പോൾ കുറച്ച് ഇരട്ടത്താടി കുറയാറുണ്ട്. പക്ഷേ അപ്പം എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ സ്കിന്ന് ഭയങ്കര ലൂസാവും. സ്കിൻ ലാക്സിറ്റി എന്ന് പറയും. സ്കിൻ മാത്രം ലൂസായിട്ടിരിക്കും. അതിന് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് റേഡിയോ ഫ്രീക്വൻസി സ്കിൻ ടൈറ്റനിങ് എന്ന് പറഞ്ഞൊരു മെത്തേഡുണ്ട്. നമ്മൾ സ്കിന്നിൻ്റെ ഉള്ളിലുള്ള കൊളാജൻ എന്ന് പറയുന്ന സബ്സ്റ്റൻസാണ് നമ്മുടെ സ്കിന്നിനൊരു ടോൺ അഥവാ സപ്പോർട്ട് കൊടുക്കുന്നത്. ആ കൊളാജനെ ഹീറ്റ് ചെയ്തിട്ട് ന്യൂ കൊളാജൻ ഫോർമേഷൻ ആൻഡ് കൊളാജൻ ടൈറ്റനിങ് ഇത് ചെയ്യുമ്പോൾ സ്കിൻ ടൈറ്റൻഡ് ആവും. അപ്പം ഈ നമ്മൾ ഫാറ്റ് കുറച്ച് കഴിഞ്ഞാലും സ്കിൻ ലാക്സിറ്റി വരാതെ നമുക്ക് നോക്കാൻ പറ്റും. സ്കിൻ ലൂസായിട്ടിരിക്കുന്നതിന് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മാറ്റാൻ പറ്റും. ഡോക്ടർ ലൈവ് തുടരുന്നു. മുഖത്തുണ്ടാകുന്ന സൗന്ദര്യ പ്രശ്നങ്ങൾക്ക് ചികിത്സയിലൂടെ എങ്ങനെ പരിഹാരം കാണാം എന്നതിനെക്കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ലൈവിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ, നമുക്കൊരു കോളറുണ്ട്. ഹലോ, ഡോക്ടർ ലൈവാണ്. ആരാണ് വിളിക്കുന്നത്? ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, പറയൂ. എന്റെ മുഖത്ത് ചിക്കൻ ബോക്സ് വന്നിട്ട് ഫുഡിൽ കളിയാണ്. ഓക്കെ, പാടുകൾ അത് പോകുന്നില്ല. എല്ലാ പ്രതിവിധികളും നല്ല കുഴിവുണ്ടോ? ചെറിയ തോന്നില്ല. ചെറിയ കുഴിവുകളാണല്ലേ? കറുത്ത കളറുണ്ടോ? കറുത്ത പാടുണ്ട്. കറുത്ത പാടുണ്ട്. ഒരു എണ്ണത്തിലൊരു 10 എണ്ണത്തിലൊക്കെ കൂടുതൽ വരുമോ? ഇല്ല, അതെ കുറഞ്ഞല്ലോ, 3 ഉള്ളു അല്ലേ? പക്ഷെ അത് നല്ലോണം എടുത്തറിയുന്നുണ്ട് അല്ലേ? ഓക്കെ, അത് നമുക്ക് മെഡിസിൻസ് പുറമേയുള്ള ഓയിൻമെൻറ്റ് ഇട്ടാൽ മാറില്ല. കറുപ്പ് നിറം ഉണ്ടെങ്കിൽ ചെറിയ തോതിൽ ഓയിൻമെൻറ്റ്സ് ഇടുകയാണെങ്കിൽ മാറും. പക്ഷേ ഈ കുഴിവുകൾ കുഴിവുകൾ കംപ്ലീറ്റ്ലി വ്യത്യാസം വരണമെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ വന്ന് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഡെർമ റോളർ അഥവാ മൈക്രോ നീഡ്ലിംഗ് തെറാപ്പി, പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ തെറാപ്പി ഓർ സബ്സിഷൻ എന്ന് പറയുന്നൊരു ചികിത്സയുണ്ട്. നമ്മൾ ആ ഡീപ്പ് സ്കാർസിൻ്റെ അടിഭാഗം, ആ ചെറിയ തഴമ്പിൻ്റെ ആ സ്ട്രാൻഡ്സിനെ നമ്മൾ റിലീസ് ചെയ്യുന്നൊരു ട്രീറ്റ്മെൻ്റ് ഉണ്ട്, സബ്സിഷൻ. ഇതെല്ലാം ചികിത്സാ രീതികളാണ്. പക്ഷേ ഹോസ്പിറ്റലിൽ വന്ന് ഡോക്ടേഴ്സിനെ കണ്ടിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നിശ്ചയിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഡോക്ടർ ലൈവിലേക്ക് വിളിച്ചതിന് നന്ദി. ഡോക്ടർ, സാധാരണയായിട്ട് ചിലപ്പോഴൊക്കെ അപകടങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ പൊള്ളലേൽക്കുന്നത് കൊണ്ടോ മുഖത്ത് പാടുകൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇത്തരം ഘട്ടത്തിൽ എന്താണ് നമ്മൾ ചെയ്യുന്നത്? ഈ ഫോർ എക്സാമ്പിൾ അബ്രേഷൻസ്, നമ്മൾ ഒരഞ്ഞ മുറി വരിക, മുറി വന്ന് കരിയാൻ യൂഷ്വലി ഒരു 7 to 10 days, ഒരാഴ്ചയോളം എടുക്കും. ഈ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ ആ പാട് വെളുക്കാം അല്ലെങ്കിൽ കറുക്കാം. അപ്പോൾ ആദ്യം ആ സ്കാർ, നോർമലായിട്ടുള്ള സ്കാർ ഫോം ചെയ്യാൻ അനുവദിക്കുക. ഒരു ആദ്യത്തെ 7 ദിവസത്തിനുള്ളിൽ തന്നെ ചികിത്സയുടെ ആവശ്യമില്ല. നോർമൽ ഒരു ഹെൽത്തി സ്കാർ നമ്മുടെ ശരീരം തന്നെ ഉണ്ടാക്കും, ഒരു സ്കാർ ഉണ്ടാവും. ആ സ്കാർ ഫുള്ളി ഫോം ചെയ്തതിന് ശേഷം നമ്മൾ തീരുമാനിക്കുക എന്ത് വേണം. കട്ടിയുള്ള തഴമ്പാണെങ്കിൽ അതിൻ്റെ ചികിത്സ സെപ്പറേറ്റ് ആണ്. വെറും വെള്ള കളറാണെങ്കിൽ അതിന് ട്രീറ്റ്മെൻറ്റ് വേറെയാണ്. കറുപ്പാണെങ്കിൽ കറുപ്പ് കുറയ്ക്കാനുള്ള ട്രീറ്റ്മെൻറ്റ്. വെളുപ്പാണെങ്കിൽ വെളുപ്പ് മാറി നമ്മുടെ നോർമൽ സ്കിൻ കളർ ആകാനുള്ള ചികിത്സയാണ് ചെയ്യുന്നത്. അപ്പം ഫൈനൽ സ്കാർ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വേണം നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ട്. എല്ലാ സ്കാറിനും ഒരേ ട്രീറ്റ്മെൻ്റ് അല്ല.
പിന്നെ പലപ്പോഴും കണ്ടുവരുന്ന മറ്റൊരു പ്രശ്നമാണ് കണ്ണിന് താഴെ ഉണ്ടാകുന്ന കറുപ്പ് നിറം. അത് പലപ്പോഴും കൂടുതൽ വായിക്കുന്നത് കൊണ്ടാണ് എന്നൊക്കെ പറയാറുണ്ടെങ്കിലും അത് ചികിത്സയ്ക്കും വളരെയധികം ബുദ്ധിമുട്ട് നേരിടാറുണ്ട്. ചികിത്സയ്ക്ക് ബുദ്ധിമുട്ടുള്ള കണ്ടീഷനാണ്. ബിക്കോസ് വരുന്നത് ചിലപ്പം ഐ സ്ട്രെയിൻ കൊണ്ട് വരാം, ലൈക്ക് ഫാറ്റീഗ്, നല്ല ക്ഷീണം, പിന്നെ ഉറക്കക്കുറവ്, ഡീഹൈഡ്രേഷൻ, വെള്ളം ഒട്ടും കുടിക്കാതിരിക്കുന്ന ഒരവസ്ഥ. പിന്നെ ഇതിനൊക്കെ പുറമെ ഫെമിലിയലായിട്ട് ഇപ്പോൾ പേരൻസിനോ സിബ്ലിങ്സിനോ ഉണ്ടെങ്കിൽ എപ്പോഴും കാണാറുണ്ട്. പിന്നെ അണ്ടർലൈങ് വേറെ കണ്ടീഷൻസും കൂടി നമുക്ക് റൂൾ ഔട്ട് ചെയ്യണം, ലൈക്ക് തൈറോയിഡ് ഡിസ്ഫങ്ഷൻ. ഇതൊക്കെ വേണമെങ്കിൽ കൊണ്ടും ഈ കണ്ണിന് ചുറ്റും കറുപ്പ് വരാം. ഡോക്ടർ ലൈവിൻ്റെ സമയം ഇന്നിവിടെ പൂർണ്ണമാവുകയാണ്. സൗന്ദര്യ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരത്തെക്കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ലൈവിൽ ചർച്ച ചെയ്തത്. തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലെ കൺസൾട്ടന്റ് ഡെർമറ്റോളജിസ്റ്റും കോസ്മെറ്റോളജിസ്റ്റുമായ ഡോക്ടർ രമാദേവിയാണ് ഇന്ന് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. നന്ദി, നമസ്കാരം.